9th നവംബറിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് 52,117, 52,248, 52,284. ഈ 3 ലെവൽസാണ് അപ്സൈഡ് ലിക്വിഡിറ്റി ഉള്ളത്. ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയോ ചെയ്താൽ ഞാൻ 1 മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക. ഡൗൺ സൈഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരുപാട് താഴെയാണ് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത്. ലിക്വിഡിറ്റി ഏരിയ പറഞ്ഞാൽ പ്രീവിയസ് ഡേൻ്റെ ലോ, ഒരു എന്താ പറയുക 25th നവംബറിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ ആ ഒരു ഏരിയ നമ്മുടെ ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽസ് ഒന്നല്ല, ഒരു പ്രീവിയസ് ഡേ മീൻസ് 25th നവംബറിൻ്റെ ഡേ ലോ ലെവലിൽ എന്നുള്ള ഒരു ലിക്വിഡിറ്റി വേണമെങ്കിൽ അവിടെ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ താഴെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഒരുപാട് താഴെ ആ ഏരിയകളായിട്ടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇത്രയും താഴെയൊക്കെയാണ് ഉള്ളത് ഡൗൺ സൈഡായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയകൾ ബാങ്കിലുള്ളത്. ഇനി നിഫ്റ്റിയുടെ നമുക്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി 23,800 താഴേക്ക് വരികയാണെങ്കിലായിരിക്കും ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുക നിഫ്റ്റിയിൽ. അതുപോലെ 24,74 മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ സൈഡ് 24,125, 24,133. ഈ 3 ലെവൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം വരികയോ അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ ആകുകയോ ചെയ്താൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഡൗൺ സൈഡിലേക്കായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് അപ്പ് സൈഡിലേക്കായിരിക്കും. ഇനി ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിലാണ് വരുന്നതെങ്കിൽ അന്നത്തെ, അതായത് 29th നവംബറിന് ക്രിയേറ്റ് ആവുന്ന ഹയർ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏരിയയോ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. എനിവേ, താങ്ക് യു, ബൈ.